നമസ്കാരം. ഹെരഡ് പറഞ്ഞാൽക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ട്രാവൽ വ്ളോഗാണ്. അതായത് ഞങ്ങൾ അലബാമയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ടോ പോയിട്ട്. അപ്പോൾ എനിക്കത് വോയിസ് ഓവർ ചെയ്യാനുള്ള സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് അത് ഇടാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അലബാമയിൽ ഞങ്ങൾ 4.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് we are driving there. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 5 മണിക്കൂർ കഴിഞ്ഞില്ലേ? 5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ മിസിസിപ്പിയിലാണുള്ളത്. അപ്പോൾ ലൂസിയാന കഴിഞ്ഞ്, ടെക്സസ് കഴിഞ്ഞ് ലൂസിയാന കഴിഞ്ഞ് മിസിസിപ്പി എത്തി. അപ്പോൾ ഒരു 4 മണിക്കൂർ കൂടി കഴിഞ്ഞ് അവിടെ അലബാമയിലെത്തും. ഇപ്പം ഞങ്ങൾ ഇവിടെ 2017 വന്നതാണ് ടെക്സസിലേക്ക്. അലബാമയിൽ നിന്ന് പോകുന്നതാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് പോണതാണ്. അതെ, അപ്പോൾ അവിടുത്തെ ഞങ്ങൾ എവിടേക്ക് എവിടെ ഉണ്ടായിരുന്നത് അവിടെ പറ്റിയിട്ടൊരു ചെറിയൊരു വീഡിയോ കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഫുൾ അലബാമ ട്രിപ്പായിട്ട് ഇതിലുണ്ടാവും. ഞങ്ങൾ രാവിലെ നേരത്തെ പുറപ്പെട്ടു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷേ 6:30 ഇറങ്ങിയിട്ട് എനിവേ കുഴപ്പമില്ല. എന്താ പറയുക, നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തിക്കോളും. സോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അലബാമ ഹൂവർ എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. റെസ്റ്റ് ഏരിയ ആണ്. ഒരു ഓൾറെഡി ഞങ്ങൾ അലബാമയിൽ എത്താറായി. അവിടെ ട്രക്ക് പാർക്ക് ചെയ്യുന്നത് അവിടെ ഞങ്ങളുടെ വണ്ടി. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണത്. അപ്പം ഞങ്ങൾ പോയത് ഒരു ഫംഗ്ഷനാണ്, അതായത് ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് ആണ് പൂജകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം കണ്ടത് വാസ്തുബലിയാണ്, പിന്നത്തെ ഗണപതി ഹോമം, പിന്നെ വിഷ്ണു പൂജ കഴിഞ്ഞ് പാല് കാച്ചി, അപ്പോൾ പിന്നെ വൈകുന്നേരം ഭഗവത് സേവ. അപ്പോൾ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ അടിപൊളി തന്നെ. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം. ഈശ്വര, അപ്പാർട്ട്മെന്റ് കയറാൻ പറ്റുമോ അറിയില്ല. നോക്കിയൊക്കെ ഇതുണ്ടോന്ന് അറിയില്ല, ഗേറ്റ് ഉണ്ടോന്ന് അറിയില്ല. വുഡ്സ് ഓഫ് ഹൂവർ തുറന്നിട്ടിരിക്കുക. കേറിയോ? അത് തന്നെ തുറക്കണ്ടാവില്ലേ? അങ്ങോട്ട് മുമ്പോഴേക്കന്നെ അതന്നെ, ആ വഴിയല്ലേ, ഈ വഴിയല്ലേ. നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റ്. ഇവിടുത്തെ ഈ അപ്പാർട്ട്മെന്റ് നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് 8 അതിൽ താമസിച്ചു. പിന്നെയോ എന്റെ ചൂള്. That's Eta's first school. Yeah, this was Eta's first school. ഇല്ല, ഇപ്പൊ സ്കൂൾ ബസ് ആയിരുന്നില്ലേ.
ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരായി. ആകെ ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് പോയത്. അതായത് ഒരു ശനിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. കുറേ പേരെ കണ്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ 4.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും എല്ലാവരെയും കാണാൻ പറ്റിയില്ല. വളരെ കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളപ്പോൾ തിരിച്ചെത്തി. പിന്നെ പറഞ്ഞല്ലേ വലിയ കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. പിന്നെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു, തണുപ്പായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണേക്കാളും ഭേദം കുറച്ച് തണുപ്പായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇത് ഫീൽ ചെയ്യില്ല. പിന്നെ വെച്ചാൽ ഞങ്ങൾ മാറി മാറിയിട്ടാണ് ഓടിച്ചത്. അപ്പോൾ 2 പേർക്ക് നേരത്തെ ഇറങ്ങിയോണ്ട് എല്ലാവർക്കും പിന്നെ ആകെ ഒരു ഹറിബറി ആയിരുന്നു. എല്ലാവരും എന്താ പറയുക, കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഉറക്കമൊക്കെ കുറച്ച് കഷ്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും യാത്രയിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് നേരം ഞാൻ ഉറങ്ങി, പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു, ഹസ്ബൻഡ് കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പ്രശ്നമുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ വന്നപ്പോഴേക്കും എല്ലാവർക്കും കുറേശ്ശെ ജലദോഷവും വയ്യായും പനിയും ഒക്കെ വന്നു. എന്നാലും ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം. 2 ദിവസം നിൽക്കാൻ നോക്കണം, പോയിട്ട് വേണം എല്ലാ ഫ്രണ്ട്സിനെയും കാണാനും എല്ലാവരുമായിട്ടൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും. എന്തായാലും അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാരാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എൻ്റെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.